ഡിയർ ഫ്രണ്ട്സ്, ലോകമെമ്പാടുമുള്ള വിവിധ പാചക രീതികളിൽ പെപ്പർ പൗഡർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ചും വൈറ്റ് പെപ്പർ പൗഡറിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയ അറിവുകൾ പങ്കുവയ്ക്കുന്നതോടൊപ്പം വള്ളികളിൽ നിന്ന് നേരിട്ട് പറിച്ചെടുത്ത കുരുമുളക് പരമ്പരാഗത രീതിയിൽ പ്രോസസ്സ് ചെയ്ത് വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടാക്കുന്ന രീതിയും ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് കാണാം. വള്ളികളിൽ നിന്ന് പറിച്ചെടുത്ത മൂത്തതും പച്ചയും പഴുത്തതുമായ കുരുമുളക് 3-4 ദിവസം ഉണക്കിയാണ് ഇരുണ്ട പുറംഭാഗമുള്ള കറുത്ത കുരുമുളക് ഉണ്ടാക്കുന്നത്. എന്നാൽ വെളുത്ത കുരുമുളക് പൂർണ്ണമായും പഴുത്ത കുരുമുളകിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അതായത് പറിച്ചെടുത്ത കുരുമുളക് തിരികളിൽ നിന്ന് മൂത്തതും പഴുത്തതുമായ കുരുമുളക് തിരികളും മണികളും കൈകൊണ്ട് പെറുക്കിയെടുത്ത് ഈ മണികൾ, അതായത് പഴുത്ത മണികൾ ഊർന്ന് വീഴത്തക്ക രീതിയിൽ കൈകൊണ്ട് നല്ലവണ്ണം ഞെരടി ഭാരം കുറഞ്ഞ തിരികളും പൊള്ളയായ മണികളും ഒഴിഞ്ഞു മാറ്റാം. ഈ പച്ചയായ കുരുമുളക് മണികളും പഴുത്തതും സെപ്പറേറ്റായി ഈ രീതിയിൽ മുറത്തിലിട്ട് പാറ്റി കൊഴിച്ച്, അതായത് വിനോയിങ് മെത്തേഡ് എന്ന് പറയും, ിലൂടെ പൊള്ളയായ മണികളെയും ലൈറ്റ് പാർട്ടിക്കിൾസിനെയും വേർപെടുത്താം. അങ്ങനെ പച്ചക്കുരുമുളക് കറുത്ത കുരുമുളകിനായി 4 ദിവസത്തേക്ക് ഉണക്കാനിടാം. ഇനി ഈ വൈറ്റ് പെപ്പർ ഉണ്ടാക്കാനായി മാറ്റിവെച്ച ഈ മൂത്ത് പഴുത്ത മണികൾ ഒരു കലത്തിലോ മൺകലത്തിൽ, അതായത് പ്ലാസ്റ്റിക് പാത്രത്തിലോ സിറാമിക് പാത്രത്തിലോ ഇട്ട് മണികൾ ഈ മുങ്ങത്തക്ക വിധം വെള്ളമൊഴിച്ച് കുതിർത്ത് വെക്കാം. 5-6 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ പുറന്തൊലി നീങ്ങിപ്പോകത്തക്ക രീതിയിൽ 3-4 പ്രാവശ്യം കഴുകി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ലൈറ്റ് പാർട്ടിക്കിൾസും തൊലിയും ഊറ്റിക്കളഞ്ഞ് ഭാരം കൂടിയ മണികളും പിന്നെ പാത്രത്തിൽ തന്നെ അടിഞ്ഞു കിടക്കുന്ന കല്ലിൻ്റെയും മണ്ണിൻ്റെയും പൊടികൾ ഇതുപോലെ അരിച്ചെടുത്ത് മാനുവലായി സെപ്പറേറ്റ് ചെയ്യാം. അങ്ങനെ അരിച്ചെടുത്ത് കല്ലും മണ്ണും വേർപെടുത്തിയ ക്രീം നിറത്തിലുള്ള വെളുത്ത കുരുമുളക് 2 ദിവസം വെയിലത്തിട്ട് ഉണക്കി പെപ്പർ കുരുവായോ പൗഡറായോ ഉപയോഗിക്കാം. ഇതിന് കറുത്ത കുരുമുളകിൻ്റേതുപോലെ ശക്തമായ, അതായത് രൂക്ഷമായ ഗന്ധമില്ല. പകരം നല്ല സ്വാദോടുകൂടിയ വാസനയുള്ളതുകൊണ്ട് ഫുഡ് പ്രൊഡക്ട്സിൽ ഫ്ലേവറിങ് ഏജൻ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് വൈറ്റ് പെപ്പർ പൊടി. ഇതിൻ്റെ ആരോഗ്യ ഗുണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദം കുറക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ശരീരത്തിലെ നല്ല കൊളസ്ട്രോൾ നിലനിർത്താനും മാത്രമല്ല പ്രോസ്റ്റേറ്റ് ക്യാൻസർ തടയുന്നതിനുള്ള അറിയപ്പെടുന്ന ഒരു സുഗന്ധവ്യഞ്ജനം കൂടിയാണ് ഈ വെളുത്ത കുരുമുളക്. ഈ യൂറോപ്യൻ വിഭവങ്ങളിൽ മാത്രമല്ല, ഇന്ത്യൻ പാചക രീതികളിലും വൈറ്റ് പെപ്പർ സാധാരണയായി ഉപയോഗിച്ച് വരുന്നുണ്ട്. ഈ കറുത്ത കുരുമുളകിൻ്റെ കറുത്ത പാടുകൾ ഒഴിവാക്കാൻ വെളുത്ത സോസുകൾ, ക്രീം, സാലഡ്സ്, ഫ്രൈഡ് റൈസ്, ഓംലെറ്റ്, ബുൾസൈ, ഇങ്ങനെ ഇളനിറത്തിലുള്ള വിഭവങ്ങളിലെല്ലാം വൈറ്റ് പെപ്പറിൻ്റെ സാന്നിധ്യം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.